ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ശുദ്ധീകരണത്തിനെ പറ്റിയിട്ട്, യോഗയിലെ ശുദ്ധീകരണത്തിനെ പറ്റി ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന എന്ന ബുക്കിൽ പറയുന്ന വരികളാണ് പറയുന്നത്. അഭ്യാസികൾക്ക് സഹായകമാവും. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളുടെ സഹജമാർഗ അഭ്യാസികൾക്ക് സഹായമാകുന്ന വരികളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുന്നത് നിങ്ങളെ വളരെ അസ്വസ്ഥനാക്കുന്നു എന്ന് വിചാരിക്കുക. കിച്ചടി വീണ നിങ്ങളുടെ ഷർട്ട് മറ്റുള്ളവർ കാണുന്നത് പോലെ നിങ്ങളുടെ അസ്വസ്ഥമായ ബോധം ആരും തന്നെ കാണാൻ പോകുന്നില്ല. എന്നിരിക്കലും നിങ്ങൾക്ക് വലിയ അസ്വാസ്ഥ്യമായിരിക്കും. ഇത് വൈകുന്നേരത്തെ ശുദ്ധീകരണ സമയം വരെ കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്തു ചെയ്യും? ക്ലാസ്സിലാണെന്നതിനാൽ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കാനും പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് ശുദ്ധീകരണം നടത്താം. അപ്പോൾ അത് നിങ്ങളെ വിട്ടുപോയിക്കൊള്ളും. നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇപ്പോൾ എന്നെ ബാധിച്ചത് പുകയായോ ആവിയായോ എൻ്റെ പുറകിൽ കൂടി പോകുന്നുവെന്ന് ഒരു സൂക്ഷ്മ നിർദ്ദേശം കൊടുക്കുക. കുറച്ചു സമയം കഴിഞ്ഞ് അത് പോയി എന്ന് തോന്നി നിങ്ങൾ സ്വസ്ഥനാകുമ്പോൾ അത് പോയി കഴിഞ്ഞുവെന്ന് ഗാഢമായ ഒരു തീരുമാനമെടുക്കുക. ഒരു സംഭവം കഴിഞ്ഞ് ശുദ്ധീകരണം നടത്തുന്നതിനെ കുറിച്ചാണ്. ഇതെല്ലാവരെയും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന, അതിൽ അടിയന്തര ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് വരികൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.